1995 മധ്യപ്രദേശിൽ വച്ച് കൊല്ലപ്പെട്ട മലയാളി കന്യാസ്ത്രീ റാണി മരിയയുടെ ജീവിതം പ്രമേയമാകുന്ന ഷെയ്സൺ പി ഔസേപ്പ് സംവിധാനം ചെയ്ത ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് ഓസ്കാർ പുരസ്കാരത്തിനുള്ള യോഗ്യതാ പട്ടികയിൽ ഇടം പിടിച്ചു. ഷെയ്സൺ പി ഔസേപ്പ് സംവിധാനം ചെയ്ത് മലയാളികളായ ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ മുൻകൈയിൽ ഒരുങ്ങിയ ബോളിവുഡ് സിനിമയാണ് ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്. വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ശ്രദ്ധേയമായ ചലച്ചിത്ര മേളകളിൽ ഇന്ത്യൻ സിനിമയിൽ നിന്ന് ഇടം നേടിയ ചിത്രം കൂടിയാണിത്. 16 സംസ്ഥാനങ്ങളിലെ കലാകാരികളും കലാകാരന്മാരുമാണ് ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയതും പശ്ചാത്തല സംഗീതം നിർവഹിച്ചതും. ചിത്രത്തിനായി അൽഫോൺസ് ഒരുക്കിയ 3 ഗാനങ്ങൾ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ മത്സരിക്കാനുള്ള യോഗ്യത നേടിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരം ഓസ്കാർ സമിതിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആകെ 94 ഗാനങ്ങളാണ് ഇപ്പോൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏക് സപ്ന മേരാ സുഹാന, ജൽതാ ഹേ സൂരജ്, മധ്യപ്രദേശിലെ ഗോത്രവർഗത്തിൻ്റെ തനിമയിൽ തയ്യാറാക്കിയ പാട്ടുകളാണ് ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 21-ാം വയസ്സിൽ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉത്തർപ്രദേശിലെത്തി ഒരു പ്രദേശത്തെ പീഡിത ജനതയ്ക്കായി ജീവിതം ഹോമിച്ച വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ത്യാഗോജ്വലമായ ജീവിതമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. മലയാളം, ഹിന്ദി, സ്പാനിഷ് ഭാഷകളിൽ ഷെയ്സൺ പി ഔസേപ്പ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം പ്രദർശനത്തിന് എത്തിയിരുന്നു. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചലച്ചിത്ര താരം ബിൻസി അലോഷ്യസ് ആണ് റാണി മരിയയായി ചിത്രത്തിൽ അഭിനയിക്കുന്നത്.